നൊയമ്പിലൂടെയുള്ള യാത്രയിലാണ് നമ്മൾ. യാത്രക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ ഓട്ടോറിക്ഷയിലാണ് അവൾ യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലത്തെത്തി തൻ്റെ പേഴ്സിൽ നിന്ന് രൂപ എടുത്ത് ഈ ഓട്ടോ ഡ്രൈവർക്ക് കൈമാറി. ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, അയ്യോ മാഡം, ചില്ലറയില്ല. ഉടനെ തന്നെ ഈ സ്ത്രീ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, അത് എൻ്റെ കാര്യമല്ല, പോയി ചില്ലറ മാറ്റിയിട്ട് വരിക. അദ്ദേഹം വീണ്ടും ഈ സ്ത്രീയോട് അഭ്യർത്ഥിക്കുകയാണ്, ദയവ് ചെയ്ത് ചില്ലറ തരണം. അല്പം കൂടി ഉയർന്ന ശബ്ദത്തിൽ ഈ സ്ത്രീ ഈ ഓട്ടോക്കാരനോട് പറയാണ്, ചില്ലറ വാങ്ങിത്തരാൻ സൗകര്യമില്ല, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 500-ൻ്റെ നോട്ട് ഓട്ടോ ഡ്രൈവറുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പാവം ആ മനുഷ്യൻ നിസ്സഹായതോടുകൂടി തൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ പിറകിലിരുന്ന ഊന്നുവടി എടുത്ത് ആ ഊന്നുവടിയുമായിട്ട് ചില്ലറ വാങ്ങാനായിട്ട് പോകുന്ന ആ ഒരു ദൃശ്യം. അപ്പോഴേക്കും ഈ സ്ത്രീക്ക് കാര്യം മനസ്സിലായി. ഓടിച്ചെന്ന് ക്ഷമാപണം നടത്തി വികലാംഗനായ ആ ഓട്ടോ ഡ്രൈവറോട് ഉപചാരപൂർവ്വം പെരുമാറുന്നു. നോക്കുക, നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴായി അനുഭവപ്പെടാറുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു സ്വഭാവം. കർത്താവായ ഈശോ മിശിഹാ പറയുന്നുണ്ട്, നീ വിധിക്കരുത്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറയുന്നതും ഇതേ കാര്യമാണ്. വിധിക്കാൻ നിനക്ക് ആരാണ് അധികാരം നൽകുന്നത്? മറ്റുള്ളവരെ വിധിക്കാൻ നീ ആരാണ്? വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ജഡ്ജ്മെന്റ് കൊണ്ട് പലപ്പോഴും നമുക്ക് തന്നെ അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. ഫുൾട്ടൻ ജേഷൻ മെത്രാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ബി ഇൻ ദ ഷൂസ് ഓഫ് അതേഴ്സ് എന്നാണ്. മറ്റുള്ളവരുടെ ചെരുപ്പിൻ്റെ ഉള്ളിൽ കയറി നിന്ന് അവരായിരിക്കുന്ന സ്ഥലകാല സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവരോട് പെരുമാറാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ബി ഇൻ ദ ഷൂസ് ഓഫ് അതേഴ്സ്. പലപ്പോഴും വ്യക്തിബന്ധങ്ങൾ തകർന്നു പോകാനായിട്ട് ഈ ജഡ്ജ്മെന്റ് കാരണമാകുന്നുണ്ട്. വിധി പ്രസ്താവം. എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. പക്ഷേ അതൊരു റോങ് നോളജാണ്. അപരനെ മനസ്സിലാക്കുന്നെങ്കിൽ അവൻ്റെ സ്ഥലകാല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവനോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് കർത്താവായ ക്രിസ്തു പറയുന്നത്, 1 മൈൽ ദൂരെ യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുന്നവനോടുകൂടെ 2 മൈൽ ദൂരം നടക്കണം. അതൊരു കമ്മ്യൂണിക്കേഷനാണ്, പരസ്പരമുള്ള ആശയവിനിമയമാണ്. ഈ ആശയവിനിമയത്തിൻ്റെ പോരായ്മ കൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജഡ്ജ്മെന്റ് നടക്കുന്നു, റോങ് ജഡ്ജ്മെന്റ് നടക്കുന്നു. റോങ് ജഡ്ജ്മെന്റിൽ ഒരാളെ വിധിച്ച്, കാര്യമറിയാതെ വിധിച്ച് അയാളുടെ നല്ല പേര് നഷ്ടപ്പെടുത്തുന്നു എന്നത് മാത്രമല്ല, നല്ല ആശയവിനിമയ സാധ്യതയും അവിടെ നഷ്ടമാവുകയാണ്. ഡു നോട്ട് ജഡ്ജ് അതേഴ്സ്. അത് നമ്മുടെ ഒരു ശീലമായിട്ട്, നമ്മുടെ ഒരു പാപമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നോയമ്പ് കാലത്ത് നമുക്കതിനെ തിരുത്തണം. മനുഷ്യൻ്റെ ചായ്വ്, സ്വാഭാവികമായിട്ട് മലയാളിയുടെ ചായ്വ് എവിടെയാണ് കുറ്റം എന്ന് മാത്രം കണ്ടുപിടിക്കുന്ന ഒരു ബൈനോക്കുലറായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. 10 പോസിറ്റീവുകൾ ഒരു വ്യക്തിക്ക് ഉണ്ടായാലും ഒരു നെഗറ്റീവിൻ്റെ പേരിൽ ആ വ്യക്തിയെ മാറ്റി നിർത്തുന്ന വ്യക്തിത്വമാണോ എൻ്റെ വ്യക്തിത്വം? അങ്ങനെയെങ്കിൽ ഈശോയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഡു നോട്ട് ജഡ്ജ്
അതേഴ്സ്. കൂടെ നടക്കുക. പതിതരോടൊപ്പം, പാപികളോടൊപ്പം, കുറവുകളുള്ള മനുഷ്യരോടൊപ്പം കൂടെ നടക്കുക. കൂടെ നടക്കാൻ നമുക്കും സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.